വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആട്ടോ, അതായത് ഡിസൈനിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ ഓൾറെഡി ഹെമ്മിങ്ങിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഈ ഒരു ക്ലാസ് കാണാൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ ആ റിങ് എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ആ റിങ് ഒന്ന് വെക്കലെന്ന് ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് റിങ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ക്ലോത്തിൽ ഫിക്സ് ചെയ്യണം വേണ്ട കേട്ടോ. പിന്നെ നമുക്ക് എത്രയാണോ ടൈറ്റ് വേണ്ടത് നമ്മൾ ആ ഒരു ക്ലോത്ത് എത്രത്തോളം ടൈറ്റായിട്ട് നിൽക്കണം അത്രത്തോളം ടൈറ്റാക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇതിൽ സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണോ ഏത് കളർ നൂല് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എംബ്രോയ്ഡറിൻ്റെ നൂല് ഏത് വേണമെങ്കിലും എടുക്കാം. ത്രെഡ് ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഞാനിതാ 3 നൂലാട്ടോ നമ്മൾ എടുക്കുന്നത്. 6 നൂലാണ് നമുക്ക് 3 ആയിട്ടാണ് നൂലെടുക്കുന്നത്, അതായത് ഡിവൈഡ് ചെയ്യുന്നത് 3 ആയിട്ടാണ് നമ്മൾ ഈ ഒരു ത്രെഡ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 6 നമുക്ക് ഇത് എംബ്രോയ്ഡറീൻ്റെ ത്രെഡ് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ റണ്ണിങ് ചെയ്യുമ്പോൾ 3 അത് ഡിവൈഡ് ചെയ്യുക, 3 ആയിട്ട് ആ ഒരു ത്രെഡ് എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു എൻഡിങ്ങിലൊന്ന് കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് ബാക്കി വന്ന് ആ ഒരു ത്രെഡ് ഒന്ന് കട്ടാക്കി കളയാം. ഇനി നമ്മൾ ഇതുപോലെ നീഡിലൊന്ന് ഫിക്സ് ചെയ്യാം. ഞാൻ ഓൾറെഡി നീഡിൽ സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് എംബ്രോയ്ഡറി ചെയ്യുന്ന നീഡിലെടുക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചായ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആ നമ്മൾ ആദ്യം റണ്ണിങ് സ്റ്റിച്ചിൽ ഒരു വര വരയ്ക്കുമല്ലോ, ആ ഒരു വര വരച്ചായി തന്നെ നിങ്ങൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ ഫസ്റ്റ് ആ സ്റ്റിച്ച് എടുത്തിട്ടുള്ളത് അതേ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ അടുത്ത സ്റ്റിച്ച് എടുക്കുക. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് വലുത് ഒന്ന് ചെറുത് അങ്ങനെ എടുക്കാതെ വെക്കുക, ഇതുപോലെ എടുക്കുക. പിന്നെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിന് 2 മെത്തേഡ് ഉണ്ട്. ഇതുപോലും ചെയ്യാം, പക്ഷേ നല്ല എക്സ്പേർട്ടായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ബിഗിനേഴ്സ് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ താഴേന്ന് മേലിലോട്ട് നമ്മൾ ആ നീഡിലൊന്ന് എടുത്തിട്ട് താഴേന്ന് മേലിലോട്ട് എടുക്കുക, എന്നിട്ട് താഴത്ത് തന്നെ കുത്തി ഇറക്കുക. അങ്ങനെ കേട്ടോ ഇത് ചെയ്യേണ്ടത്. സെയിം ഇതിൽ ഡിസ്റ്റൻസിൽ വേണം നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ആ ത്രെഡും ആ ഗ്യാപ്പും ഒരുപോലെ ഒരേ ഡിസ്റ്റൻസിൽ വേണം, അതായത് ഇതുപോലെ ഒരേ ഡിസ്റ്റൻസിലുണ്ടാവണം, ഒരേ ഗ്യാപ്പായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ബോർഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിൻ്റെ ബോർഡറൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചായി യൂസ് ചെയ്യൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരേ ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് തീർക്കുക. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും കേട്ടോ, ഒരേ ഇത് ഡിസ്റ്റൻസ് തന്നെ വേണം കേട്ടോ, കീപ്പ് ചെയ്യണം. നമ്മൾ ഇത് ത്രെഡും ക്ലോത്തും ഒരേ ഒരു ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എങ്ങനെ ഇത് ഒന്ന് കെട്ടിടലെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ കുറച്ച് തുണീൻ്റെ നമ്മൾ ആ ഒരു ക്ലോത്തിൽ നിന്ന് കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് സൂചി കയറ്റി ഇറക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒരു കേവ് കിട്ടും. ആ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഒരു 2 or 3 പ്രാവശ്യം ഇട്ടിട്ട് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാവുന്ന കേട്ടോ. ഇതുപോലെയാണ് കെട്ടിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുപോലെ ഉണ്ടാവും കേട്ടോ. റണ്ണിങ് സ്റ്റിച്ചിൽ ജസ്റ്റ് ഈ ഒരു കെട്ട് മാത്രമേ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ ഈ ഒരു ഇതായിരിക്കും, ഫിനിഷിങ് ആയിരിക്കും കേട്ടോ ഉണ്ടാവില്ല, ബാക്കിൽ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മോട്ടീഫിലും ഇത് നിങ്ങൾ ചെയ്യണം. മോട്ടീഫിൽ നിങ്ങളൊരു ഫ്ലവറോ എന്തെങ്കിലും ഡ്രോ ചെയ്തിട്ട് ഇത് മോട്ടീഫിൽ നിങ്ങൾ ചെയ്യണം. ഞാൻ മോട്ടീഫ് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വന്നിട്ടുള്ള ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് ഇതേപോലെ തന്നെ. ബാക്ക് സ്റ്റിച്ചിൽ നമ്മൾ ത്രെഡ് എടുക്കേണ്ടത് 3 തന്നെ കേട്ടോ. 6 ഉണ്ടാവില്ല, നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് 3 എടുക്കുക. ഓക്കെ, ആദ്യം നമ്മളിതുപോലെ ഫസ്റ്റ് മേലെന്ന് താഴോട്ട് സൂചി കുത്തിയിറക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുൻവശത്ത് കൂടെ സൂചി ഇതേപോലെ മുന്നിന്ന് ബാക്കിലേക്ക്. ഓക്കെ, ഇതേപോലെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. കുറച്ച് മുമ്പിലേക്ക് എടുക്കുക. നമ്മൾ ആ ഒരു സൂചി മുമ്പിൽ നിന്ന് ബാക്കിലേക്കാണ് കുത്തിയിറക്കേണ്ടത്. ഓക്കെ, കാണുന്നുണ്ടോ? ഇതുപോലെ ആയിട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് താഴോട്ട് പോയിട്ട് പിന്നെ മേലേക്ക് വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ ആ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അടുത്തേക്കൂടെ തന്നെ ഇത് കുത്തി ഇറക്കുക. അങ്ങനെയാണ് കേട്ടോ ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് ഈ വീഡിയോയിൽ കാണുന്നുണ്ട്, അതേപോലെ തന്നെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത്
ഒരു സ്റ്റിച്ച് മറ്റൊരു സ്റ്റിച്ചിനോട് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഫസ്റ്റത്തെ സ്റ്റിച്ച് എടുക്കുക, അതിൽ നിന്ന് താഴെയായിട്ട് നമ്മൾ നീഡിൽ പോയിട്ട് മേലേക്ക് എടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് മേലോട്ട് കയറ്റുക. നീഡിൽ മേലോട്ട് എടുത്തിട്ട് ബാക്കിൽ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ എൻഡിലോട്ട് താഴെ ഇറക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ എങ്ങനെയാണോ കെട്ടിട്ട് കൊടുത്തത് അതേപോലെ തന്നെയാണ് ബാക്ക് സ്റ്റിച്ചിലും നമ്മൾ കെട്ടിട്ട് കൊടുക്കേണ്ടതെല്ലാം ഒരേ സെയിം ആട്ടോ. അത് ഒരേ ഇത് തന്നെയാണ്, മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഇതുപോലെ തന്നെയാണ് കെട്ടിട്ട് കൊടുക്കേണ്ടത്. അതിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, കെട്ടിട്ട് കൊടുക്കേണ്ടത് ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഞാൻ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അയച്ച് ചോദിക്കാം. പിന്നെ നമ്മളെ വീഡിയോ എന്തെങ്കിലും ക്ലിയർ കുറവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇനി ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്ന കേട്ടോ. ഓക്കെ, ഇതുപോലെയാണ്. ഇനി അടുത്തത് നമുക്ക് അൺഈവൻ സ്റ്റിച്ചാട്ടോ ചെയ്യേണ്ടത്. അൺഈവൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിച്ച് വലുതും അടുത്ത സ്റ്റിച്ച് ചെറുതും അങ്ങനെയാട്ടോ ചെയ്യേണ്ടത്. അൺഈവൻ സ്റ്റിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു സ്റ്റിച്ച് വലുതും അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറുതും. സെയിം റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേ ഒരു സ്റ്റിച്ച് വലുതും ഒരു സ്റ്റിച്ച് ചെറുതും. അതേപോലെ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരേ ഡിസ്റ്റൻസിൽ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ 6 നൂല് ഡിവൈഡ് ചെയ്തിട്ട് 3 നൂലാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ വലുത് ചെറുത് അതേപോലെ നമുക്ക് ക്ലോത്തും ത്രെഡും ആയിട്ട് ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് എന്തിനാണ് യൂസ് ചെയ്യലെന്ന് വെച്ചാൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ചെയ്യാനും ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യും. അൺഈവൻ സ്റ്റിച്ച് ഇതേപോലെ തന്നെ ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യൽ. ഒരു സ്റ്റിച്ച് വലുത് ഒരു സ്റ്റിച്ച് ചെറുത് ഇതേപോലെ തന്നെ കേട്ടോ. നമ്മൾ റണ്ണിങ് എങ്ങനെയാണ് ചെയ്ത് അതേപോലെ, പക്ഷേ ഒരു സ്റ്റിച്ച് വലുത് ചെറുത് അതുപോലെ ഇതേപോലെ ചെയ്തു പോവുക. ഓക്കെ, ഞാനിത് കാണിക്കുന്നുണ്ടല്ലോ, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ലേ, അതേപോലെ ഒന്ന് ചെയ്തു പോവുക. പിന്നെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ സ്റ്റിച്ചിങ് റിലേറ്റഡായ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. എംബ്രോയ്ഡറി തന്നെ അത്യാവശ്യം 100ൽ പരം എംബ്രോയ്ഡറി നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ടാണ്. നിങ്ങൾക്ക് ഏതൊരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് നമ്മളെ ഒരു ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഒക്കെ പഠിക്കാൻ പറ്റും. നിങ്ങൾ ഫ്രീ ടൈമാണ്, അപ്പോൾ നിങ്ങൾക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് നമ്മൾ ചാനലൊന്ന് എടുത്ത് നോക്കുക, ഇതുപോലെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെറിയൊരു വരുമാനമൊക്കെ നേടാവുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കെട്ടിട്ട് കൊടുത്ത്. ഇനി അടുത്ത സ്റ്റിച്ച് ഈവൻ സ്റ്റിച്ചാട്ടോ. ഈവൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഇപ്പം നിങ്ങളിത് കണ്ടല്ലോ, എന്താ മാറ്റം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, റണ്ണിങ് സ്റ്റിച്ചും ഈവൻ സ്റ്റിച്ചും ആയിട്ടുള്ള. ഇനി അടുത്തത് നമ്മൾ ഈവൻ സ്റ്റിച്ചാണ്. ഈവൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് എന്താണോ അത് തന്നെയാണ് ഈവൻ സ്റ്റിച്ച്, പക്ഷേ ഈവനിൽ നമ്മൾ കുറച്ച് വലുതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെറുതായിട്ടോ ചെയ്ത് കൊടുത്താൽ, അപ്പോൾ ഈവന് കുറച്ച് വലുതാക്കുക. സെയിം റണ്ണിങ് സ്റ്റിച്ച് എന്താണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഈവൻ സ്റ്റിച്ചും. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെങ്ത്ത് കുറേ ആകുമ്പോൾ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നും. അതുകൊണ്ട് നമ്മൾ വീഡിയോ കുറച്ച് സ്പീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈവൻ സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇതാണ് നമ്മളെ മോട്ടീഫ് കേട്ടോ. ഇത് നമ്മളെ റണ്ണിങ് സ്റ്റിച്ച്. ഇതുപോലെ മോട്ടീഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസൈൻ വരച്ചിട്ട് ഇതുപോലെ വർക്കൊക്കെ ചെയ്യുക.